ഹായ്, ഇന്ന് നമുക്ക് ചിക്കൻ 65 ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ്, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 1 മുട്ട. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മസാലകളെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഓരോന്നോരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ടതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് ഇളക്കാൻ പാടുള്ളൂ. അല്ല നമ്മുടെ മസാലയെല്ലാം എണ്ണയ്ക്കകത്തേക്ക് വീണു പോകും. ഇത് എണ്ണയിൽ മുങ്ങിക്കിടക്കുന്നതുകൊണ്ട് നമുക്കിത് മറിച്ചിടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 4 ഉണക്കമുളക്, 4 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ടീസ്പൂൺ ഉണക്കമുളക് അരച്ച പേസ്റ്റാണ് ഇടേണ്ടത്. അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് പച്ചമണം മാറുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രേവി ആയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഈ ഗ്രേവി എല്ലാം ചിക്കനിലൊന്ന് പിടിച്ച് ഡ്രൈ ആവുന്നിടം വരെ അടുപ്പത്തൊന്ന് കിടക്കട്ടെ. 2 മിനിറ്റ് കിടന്നാൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെഡിയാക്കി നോക്കുക, അഭിപ്രായം പറയുക, മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.